പരിശുദ്ധ മക്കയിൽ ഉള്ള കുടിയന്മാരിലും ആയിഷാക്ക് വൻ പേരാണ് എല്ലാ ഷാപ്പിലും. ഇസ്ലാം മതത്തിൽ ഒരു ദിനം പരിപൂർണമായി ചിന്തിച്ചു വിശ്വസിക്കുന്നതിനാവേശമായി തിരുനബി മദീനയിലാണ് താമസമെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി ആയിഷ നടന്ന് സഫറിൻ്റെ വലിയൊരു ഒട്ടകം തനിക്കുണ്ട്. അതിൽ യാത്ര പോകുന്ന അവസരം ചിലർ കണ്ട് എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഈ യാത്രയും എന്നുള്ള ചോദ്യവുമായി അടുത്തവരൊക്കെയും അള്ളാഹുവിൻ്റെ റസൂല് തന്നെ മുഹമ്മദ്, ഒരു സംശയം എനിക്കില്ല, റബ്ബും വാഹിദ്, അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതത്തിൽ ചേരുവാൻ പോകുന്ന യാത്രയുമാ മദീനയിലെത്തുവാൻ. അപ്പോൾ പറഞ്ഞ മുശ്രിക്കീങ്ങൾ അന്ന് ആയിഷയെ മാറ്റിമറിക്കുവാൻ അതിൽ നിന്ന് അത് വിശ്വസിച്ചാൽ ഉണ്ടതിൽ പല നിയമവും പാലിക്കുവാനും ഉണ്ട് നിരവധി ക്ലേശവും. എന്തൊക്കെയുണ്ടതിലുള്ളതൊന്ന് പറഞ്ഞുതാ, അത് വിശ്വസിച്ചാൽ നിസ്കരിക്കണം ഒന്നതാ, അത് നല്ലതാണല്ലോ ഇലാഹിന്നല്ലയോ, അവനോട് നന്ദി നമുക്ക് വേണ്ടതുമല്ലയോ. പണം തട്ടുവാൻ അവർക്കുണ്ട് മറ്റൊരു നടപടി, സക്കാത്ത് എന്നൊരു പേരിലാണ് കടുംപിടി. അതു നല്ലതാ, ധനവാന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു നൽകൽ തന്നെ ഫുഖറാഇന്നും. പ്രധാനമായി അതിലില്ല വ്യഭിചാരത്തിന് സ്വാതന്ത്ര്യമാർക്കും, പിന്നെ ജീവിതമെന്തിന്, അയ്യോ അതേറ്റം നിജമാ, കൂടാതെ ഞാൻ വൃദ്ധനാ ക്ഷീണിച്ചു പോയി വല്ലാതെ, അതുകൊണ്ട് എനിക്കതിലില്ല യാതൊരു പൂതിയും, അത് സ്വാഗതാർഹം തന്നെയെന്നും എവിടെയും. അവസാനമായി അവർ കൊണ്ടുവന്നത് തന്ത്രമാ, അതിൽ പാപമാഴ്ച വീണതെന്തൊരു കഷ്ടമാ. കൂടാതെ മദ്യപിച്ചാൽ അടിക്കും ഹദ്ദടി, അത് കേട്ട് യാത്ര മുടക്കി വച്ചുടൻ പിന്നടി. എനിക്കെപ്പോഴും കുടിക്കാതെ വയ്യ ജീവിതം, വെറും കൊല്ലമാകട്ടെന്ന് വിശ്വസിക്കാം മതം. ഒരു കൊല്ലം ആഗ്രഹം തീർത്ത് കള്ള് കുടിക്കണം, മദീനയിൽ പോകുന്നതും പിന്നാക്കണം എന്നും പറഞ്ഞ് മടങ്ങി മക്കയിലേക്ക്. ഉറക്കത്തിലാണ്ടു മറിഞ്ഞ് താഴത്തേക്ക് ഉയരത്തിലുള്ള ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന, അതുകൊണ്ട് പിടലി ഒടിഞ്ഞ് ചത്തതുമന്ന. സുഹൃത്തുക്കളെ, കള്ളിൻ്റെ പ്രേമം കൊണ്ട് ഇതുപോലെ പറയാൻ എത്രയോ കഥയുണ്ട്. തുഹഫത്തുൽ ഇഖ്വാൻ നോക്കണം, അതിലുണ്ടിത്. 98-ാം പേജിലാ പറയുന്നത്. അസംബ്ലി മന്ദിരമായ ദാറുൻ നദ്വത്ത് ഹക്കീം ഇബ്നു ഹുസാമിനായി മിൽക്കിയത്ത്. താനത് മുആവിയത്ത് ഇബ്നു സുഫിയാൻ വിൽക്കുന്നതായി 1,00,000 ഉണ്ടെന്നാണ്. ഖുറൈശികൾക്കെല്ലാവർക്കുമുള്ള അഭിമാനവും വിറ്റെന്നുമുണ്ട് ഇബ്നു സുബൈറിന് വാദവും. റബ്ബിൻ്റെ തഖ്വയിൽ മാത്രമാണ് അഭിമാനം, അല്ലാത്ത മറ്റൊന്നിന്നുമില്ലേ സ്ഥാനം എന്നുള്ള മറുപടി യാ ഹക്കീമിൽ നിന്ന് ഇബ്നു സുബൈർ അവർക്കും ലഭിച്ചതുമന്ന്.